സമുദായ സംഘടനകളുമായുള്ള ഒരു ഐക്യപ്പെടലിനുള്ള ശ്രമമാണ്. ഒരു പാർട്ടിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടും സെക്യുലർ പാർട്ടികൾ, മതേതര പാർട്ടികൾ. മതേതര പാർട്ടികൾ ഈ സമുദായ പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൂടാ. തത്വങ്ങൾക്ക് എതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവേക്കാളും മഹാനാണ് അദ്ദേഹം എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. 10 വർഷത്തെ സ്വാഭാവികമായ ഭരണം കൊണ്ട് തെറ്റുകൾ സംഭവിച്ചാണോ, അതോ ഇതിലെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് പറ്റിയ പിഴവുകളാണോ? അധികാരത്തിന്റെ മത്ത് പിടിച്ചതാണോ കാര്യം? അതിനെക്കുറിച്ച് എനിക്ക് മുഴുവനായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിത്തട്ടിലൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ആവേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ സാധാരണ ജനങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാൻ പലപ്പോഴും കഴിയുന്നില്ലെന്നും മധ്യവർഗത്തിൻ്റെ ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ഉപരിമധ്യവർഗത്തിൻ്റെ ആഗ്രഹങ്ങളാണ് എല്ലാ പാർട്ടികളും ഒരുപക്ഷെ സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളൊരു തോന്നലുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ വല്ലാതെ അമ്പരപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം രസമുദായ സംഘടനകളുമായുള്ള ഒരു ഐക്യപ്പെടലിനുള്ള ശ്രമമാണ്. ഒരു പാർട്ടിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടും സെക്യുലർ പാർട്ടികൾ, മതേതര പാർട്ടികൾ. മതേതര പാർട്ടികൾ ഈ സമുദായ പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൂടാ. അതിനു വേണ്ടി ഇപ്പോൾ ഞാനതിൻ്റെ ആളുകളുടെ ഒന്നും പേര് പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. SNDP പോലുള്ള ഒരു സംഘടന ശ്രീനാരായണ ഗുരുവിന് അവസാനം പിരിച്ചുവിടേണ്ടി വന്നൊരു സംഘടനയാണ്. അപ്പോൾ തീർത്തും ഗുരുവിൻ്റെ തത്വങ്ങൾക്ക് എതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവേക്കാളും മഹാനാണ് അദ്ദേഹം എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഏതൊരു മതേതരവാദിക്കും, ഏതൊരു കേരളീയനും ഭൂഷണമല്ല എന്നെനിക്ക് തോന്നുന്നു. ആ തരത്തിലുള്ള കോംപ്രമൈസുകൾ അഥവാ സന്ധികൾ പലപ്പോഴും പാർട്ടികളെ കൂടുതൽ പിന്നോട്ട് കൊണ്ടുപോവുകയോ ആദർശ വ്യതിയാനത്തിലേക്ക് കൂടുതലായി അവരെ നീക്കുകയോ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം, ഈ മതേതരമായിട്ടും സമുദായ അതീതമായിട്ടും പ്രവർത്തിക്കാനുള്ളൊരു ശ്രമമാണ് കേരളത്തിലെ എല്ലാ പാർട്ടികളും. BJPയെക്കുറിച്ച് ഞാൻ ഒരു പ്രതീക്ഷ എനിക്കില്ല. ബാക്കിയുള്ള പാർട്ടികളെങ്കിലും ശ്രമിക്കേണ്ടത് അതിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് 10 വർഷത്തെ ഭരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോയി. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, സമുദായ സംഘടനാ നേതാവിന് കാലുകയറ്റുന്നു. അത്ര ആശയങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി എന്നതിൻ്റെ ഒരു കൂടിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നാം പ്രതീക്ഷിക്കുന്നത് ആ ആശയങ്ങളുടെ ഒരു പിന്തുടർച്ചയാണ്. അതിന് പകരം 2-3 കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് നേതൃത്വത്തിൽ നിന്നേന്ന്. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഒരുപക്ഷെ വേറെ വ്യക്തികളും ആ തരത്തിൽ പെരുമാറുന്നവരുണ്ടാകാം. അതുകൊണ്ട് ഒരുപക്ഷെ ചില വ്യക്തികളെങ്കിലും, ഉദാഹരണത്തിന് ന്യൂനപക്ഷം വളരെ അപകടത്തിലായിരിക്കുന്ന ഒരു കാലത്ത് ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുക എന്നുള്ള ലോകം മുഴുവനുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷം ഒരു മതവിഭാഗം എന്ന നിലയിൽ, ഒരു ജനവിഭാഗം എന്ന നിലയിൽ ആ ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ഒരു ഭൂരിപക്ഷ സമുദായമായതുകൊണ്ട് മാത്രം, ആ സമുദായത്തിന് കൂടുതൽ വോട്ടുകളുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ആ സമുദായത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറയുക എന്നതും എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റിന് ചേർന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് ഒരു നേതാവിൻ്റെ എന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ ഒരു വലിയ നേതൃവിഭാഗത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ വളരെ കാര്യമായ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് നിശ്ചയമായും തോന്നുന്നു. അത് തിരുത്താനുള്ള ഒരു അവസരം കിട്ടണമെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുകയും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ രൂക്ഷമായും കഠിനമായും സത്യസന്ധമായും വിമർശിക്കുകയും ഒക്കെ അവർക്ക് വേണ്ടി വന്നേക്കും. അത് ഒരു നല്ല പാഠമാണ്. ഏത് പക്ഷത്തിനും പ്രതിപക്ഷത്തിരിക്കുക എന്നതൊരു പാഠമാണ്. അത് ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല, ഞാൻ എല്ലാ കാലത്തും പറയുന്നത്, ഏത് പാർട്ടിയായാലും ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനത്തിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി വരിക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കും. ഭയം വല്ലാതെ നമ്മുടെ ഈ ചോദ്യം ചെയ്യാനുള്ള ആളുകൾക്ക് മേൽ വന്നിട്ടുണ്ടോ? ഭയം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ തോതിൽ ആ ഭയം നിലനിൽക്കുന്നുണ്ട്.
കൂടുതൽ കൂടുതൽ മനുഷ്യർ നിശബ്ദരാവുന്നത് നാം കാണുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ആളുകൾ ഭരണകൂടത്തിൻ്റെ വിമർശനം, കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്ന ആളുകൾ അതിൽ വെള്ളം ചേർക്കുന്നത് അഥവാ കൂടുതൽ മൃദുവാക്കുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഭയമാണ്. പണ്ട് നാസി ജർമ്മനിയിൽ പോയി വന്ന ഒരു യാത്രികനോട് ആരാണ് ജർമ്മനി ഭരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ യാത്രികൻ പറഞ്ഞത് ഭയമാണ് ജർമ്മനിയെ ഭരിക്കുന്നത് എന്നാണ്. ആ അർത്ഥത്തിലുള്ളൊരു ഭയം ഒരു പക്ഷേ ജനതയിൽ കൂടുതലായി വേരൂന്നുന്നൊരു കാലത്താണ് നാം നിലനിൽക്കുന്നത്. ചോദ്യം ചെയ്യാനുള്ള ഭയം, വിമർശിക്കാനുള്ള ഭയം, വളരെ പ്രത്യക്ഷമായ തെറ്റുകൾ ചെയ്യുമ്പോഴും നാടിനെ തന്നെ വേറൊരു രാജ്യത്തിന് അഥവാ സാമ്രാജ്യത്വത്തിന് വിൽക്കുമ്പോഴും ഒന്നും മിണ്ടാതിരിക്കാൻ തക്കവിധം നമ്മെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഭയം, ഇത് വല്ലാതെ രാജ്യത്തെ മുഴുവൻ ഒരു വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്നും അതൊരു വലിയ സാംക്രമിക രോഗമാണെന്നും എനിക്ക് തോന്നുന്നു. ഓക്കെ.